എന്താ ഈ സെൽഫ് ലവ്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എപ്പോഴും കംഫർട്ട് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലേ എല്ലാവരും. അപ്പോൾ ഓരോ വ്യക്തിയെ ആശ്രയിച്ച് ജീവിക്കുമ്പോഴത്തേക്കും അയാളുടെ ഒരു വാക്ക് മതി നമ്മളെ വേദനിപ്പിക്കും. നമ്മൾ അങ്ങോട്ട് പെരുമാറുന്ന കണക്ക് ആവണമെന്നില്ല ആ വ്യക്തി തിരിച്ച് പെരുമാറുന്നത്. നമ്മളെ ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ട്. ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ, തലയിൽ കൂടെ സ്വർണം വാരിയിട്ട് തരണമെന്ന് ആരും പറയത്തില്ല. പക്ഷെ ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഏറെ ആൾക്കാർ ഉണ്ടാവും അല്ലേ. എന്തെങ്കിലും ഇപ്പം പയ്യെന്ന് പറഞ്ഞാൽ നിനക്ക് ഏത് നേരം ഇത് പറയാനുള്ള നേരം, ഒന്ന് സ്വസ്ഥത തരുമോ, ഒന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കാത്ത ആൾക്കാരാണ് മിക്ക ആൾക്കാരും. അവരുടെ ലോകത്തോട്ട് ബിസി ആയിട്ട് നടക്കുന്നു, ശ്രദ്ധിക്കാൻ ആരുമില്ല. അപ്പം നമ്മളെ സ്വയം സ്നേഹിക്കുക. നമ്മൾ 100% എന്താണെന്ന് നമുക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇപ്പം നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്ന രീതിയിലായിരിക്കണമെന്നില്ല തിരിച്ച് പെരുമാറുന്നത്. ആ ഒരു വാക്ക് മതി ഹേർട്ടാവാൻ. അപ്പോൾ സ്വയം സ്നേഹിക്കുക, നമ്മുടെ പരിമിതികളും ശരികളും മനസ്സിലാക്കുക, നമുക്ക് എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ട്, എന്തൊക്കെ വീക്ക്നെസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം വിഷമിച്ചിരിക്കുന്ന സമയത്തൊന്ന് പാട്ട് കേൾക്കുമോ, നല്ല ബുക്സ് വായിക്കാം അല്ലേ. ലൈഫെന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കരഞ്ഞും വിഷമിച്ചും സൂയിസൈഡ് ചെയ്തും തീർക്കുന്നതിനെക്കാട്ടിൽ പിന്നെ ഒരുപാട് ടാലൻസ് ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഒരുപാട് വഴികളുണ്ടത് പഠിക്കാൻ അല്ലേ. അപ്പോൾ അതൊക്കെ കേട്ട് ജീവിതം എൻജോയ് ചെയ്യാതെ ഒരു കയറിൻ്റെ പുറത്ത് തൂങ്ങാൻ നോക്കണോ? സ്വന്തമായിട്ട് സ്നേഹിച്ച് ജീവിക്കുക, കഴിവുകളെ പ്രയോജനപ്പെടുത്തുക, ചെയ്യാത്ത കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക, സ്വന്തമായിട്ട് സ്നേഹിക്കാൻ പഠിക്കുക. മറ്റുള്ളവർ സ്നേഹിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ ആണോ എന്ന് തീരുമാനിച്ചിരുന്നാൽ അതൊരിക്കലും നടക്കത്തില്ല. ഇപ്പോൾ മക്കളായാലും ശരി തന്നെ, പാർട്ട്ണറായാലും ശരി തന്നെ, അവരുടെ കയ്യിൽ നിന്നുള്ള സ്നേഹം നമുക്ക് കിട്ടണമെന്ന് വാശി പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ സ്വയം സ്നേഹിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. ഹാപ്പി ലൈഫ്.